വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാർട്ടി നേതാക്കളോട് സേനയുടെ തിരിച്ചടികളെക്കുറിച്ച് വിശദീകരിക്കാനുള്ള സർവകക്ഷി യോഗം ആരംഭിച്ചു. രാജ്നാഥ് സിംഗ്, അരുൺ ജെയ്റ്റ്ലി എന്നീ മന്ത്രിമാർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, യോഗം ഇപ്പോൾ ഏത് നിലയിൽ പുരോഗമിക്കുകയാണ്? തീർച്ചയായും ഇന്ത്യ നടത്തിയ ഒരു സൈനിക നീക്കത്തിന് ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഇന്ത്യ ഏത് ഘട്ടത്തിലും സജ്ജമായിരിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഏത് രീതിയിലാണ് ചർച്ച പുരോഗമിക്കുന്നത്? ബിബിന, ഇന്ന് രാവിലെ പാക് അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ തിരിച്ചടിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിവിധ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ഇന്ത്യ ഇന്ന് നടത്തിയ പ്രത്യാക്രമണം ഏത് സാഹചര്യത്തിലാണ് നടത്തേണ്ടി വന്നത്, ഏത് രീതിയിലുള്ള പ്രത്യാക്രമണമാണ് പാകിസ്ഥാനിൽ ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പാർട്ടികളുടെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. സുഷമ സ്വരാജിനെ കൂടാതെ കേന്ദ്രമന്ത്രിസഭയിലെ പ്രമുഖരായിട്ടുള്ള ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുഷമ സ്വരാജാണ് പാകിസ്ഥാന് മേൽ നടത്തിയ തിരിച്ചടിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗുലാം നബി ആസാദ്, സീതാറാം യെച്ചൂരി, ഡി രാജ, ഡെറക് ഒബ്രയൻ തുടങ്ങിയിട്ടുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഇതേ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ പാർട്ടികളെയും എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിനുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഈ യോഗത്തിന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ രാജ്യത്തെ വിവിധ ഭരണകക്ഷി പാർട്ടികൾ ഉൾപ്പെടെ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം യോഗം അവസാനിക്കുമെന്നാണ് കരുതുന്നത്. വ്യക്തമാണ്. സേനയുടെ തിരിച്ചടികളെക്കുറിച്ച് വിശദീകരിക്കാനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. രാജ്നാഥ് സിംഗ്, അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയ മന്ത്രിമാർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളാണ് ശരത് കെ ശശി നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരനും കൊല്ലപ്പെട്ടു. മൌലാന തൽഹ സെയ്ഫാണ് കൊല്ലപ്പെട്ടത്. പുൽവാമ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യ വ്യോമാക്രമണം നടത്തി. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമായ ബലാംകോട്ടിലെ ക്യാമ്പടക്കം 3 സ്ഥലങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തു. ആക്രമണം നടന്നുവെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ഒഴിവാക്കി നോൺ മിലിറ്ററി ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. പുൽവാമ സ്ഫോടനം കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിലാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. പാകിസ്ഥാനിലെ മൻഷേറ ജില്ലയിലെ ഖൈബർ പാഖ്തൂൺ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന ബലാക്കോട്ടയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രവും മുസറാഫാബാദ്, ചകോദി എന്നീ കേന്ദ്രങ്ങളിലെ വനമേഖലകളിലെയും മലമുകളിലെയും തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെല്ലാം തകർത്തു. മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് ആക്രമണം നടത്തേണ്ടി വന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് കോഹ്ലെ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൈന്യ കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ഒഴിവാക്കി ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിടുന്ന നോൺ മിലിറ്ററി ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി ഭർത്താവ് യൂസഫ് അസ്ഹർ നേതൃത്വം നൽകുന്ന തീവ്രവാദ പരിശീലന കേന്ദ്രമാണ് ബലാക്കോട്ടയിലുള്ളത്. നിരവധി തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്തു. India struck the biggest training camp of the Jaish e Mohammed in Balakot. In this operation, a very large number of Jaish e Mohammed terrorists, trainers, senior commanders and groups of jihadis who were being trained for Fidaian action were eliminated. ആക്രമണത്തിന് ശേഷം ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി അടിയന്തര യോഗം ചേർന്നു. രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി എന്നിവർ പങ്കെടുത്തു. പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ തിരിച്ചടി നൽകേണ്ടത് യോഗം ചർച്ച ചെയ്തു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ തലവൻ ബിപിൻ റാവത്ത്, വ്യോമസേനാ തലവൻ BS ധനോവ എന്നിവരും സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആർമി തലവനുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി ഖുറേഷി തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. വ്യോമാക്രമണം നടത്തുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു. അതേസമയം തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് അനുമതി നൽകി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ.
ഇന്ത്യ അനാവശ്യ യുദ്ധത്തിന് തുടക്കമിട്ടു, ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്നും ഇമ്രാൻഖാൻ ഭീഷണി മുഴക്കി. ഇരു രാജ്യങ്ങളും സമാധാനം പുലർത്തണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. എയർ ഇന്ത്യ വിമാനം റാഞ്ചി കണ്ടഹാറിലെത്തിച്ച തീവ്രവാദി ഇബ്രാഹിം അസ്ഹർ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ ഇളയ സഹോദരനാണ് ഇബ്രാഹിം. മറ്റൊരു സഹോദരൻ മൗലാന തൻഹയും കാശ്മീരിലും അഫ്ഗാനിസ്ഥാനിലും ജെയ്ഷെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മുഫ്തി അസ്ഹർ, മൗലാന അമ്മർ എന്നിവരും കൊല്ലപ്പെട്ടു. ബാലാക്കോട്ടിൽ ഇന്ത്യ തകർത്ത തീവ്രവാദ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടിയന്തരമായി വിളിച്ചുകൂട്ടിയ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് ഇമ്രാൻഖാൻ അനുമതി നൽകി. ഇന്ത്യ അനാവശ്യമായി യുദ്ധത്തിന് തുടക്കമിട്ടെന്ന് വിമർശിച്ച ഇമ്രാൻഖാൻ ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നാളെ പാർലമെന്റ് സമ്മേളനം അടിയന്തരമായി ചേരും. പ്രതിപക്ഷ പാർട്ടികൾ ഇമ്രാൻഖാനെതിരെ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് പാർലമെന്റ് സമ്മേളനം ചേരുന്നത്. ജമ്മുകാശ്മീർ, അരുണാചൽ പ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ വ്യോമ പ്രതിരോധം ശക്തമാക്കി. എന്നാൽ ഇരു രാജ്യങ്ങളും സമാധാനം പുലർത്തണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് വേണ്ടി വന്നത് വെറും 21 മിനിറ്റ് മാത്രം. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ പാകിസ്ഥാൻ ഞെട്ടി. ഹരിയാനയിലെ അംബാല വിമാനത്താവളത്തിൽ നിന്നും ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ മുഴുവൻ ചുമതലയും പശ്ചിമ വ്യോമസേനയ്ക്കായിരുന്നു. 1000 കിലോ സ്ഫോടന വസ്തുക്കൾ ആക്രമണത്തിന് ഉപയോഗിച്ചു. അതീവ രഹസ്യമായിരുന്നു എല്ലാ നീക്കങ്ങളും. അർദ്ധരാത്രി ഹരിയാനയിലെ അംബാല വ്യോമസേനാ താവളത്തിൽ മിറാഷ് ജെറ്റുകൾ ഇന്ത്യൻ നിയന്ത്രിത ലേസർ ഗൈഡ് സുദർശൻ മിസൈലുകൾ നിറച്ച് കാത്തിരുന്നു. പുലർച്ചെ 3:30 ആക്രമണത്തിന് അനുമതി ലഭിച്ച വിമാനങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ പാകിസ്ഥാൻ റഡാറുകളെ വെട്ടിച്ച് 50 മൈലുകൾക്കുള്ളിൽ പാകിസ്ഥാനിൽ പ്രവേശിച്ച് ബലാക്കോട്ടിലെ ജെയ്ഷെ പരിശീലന കേന്ദ്രത്തിന് മുകളിലെത്തുമ്പോൾ സമയം 3:45. ആദ്യ മിസൈൽ ലക്ഷ്യസ്ഥാനം ഭേദിച്ചു. 8 മിനിറ്റിനുള്ളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ പരിശീലന കേന്ദ്രം ചാരമായി. 200-ലേറെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. മുസറഫാബാദിലെ കൊടുംകാട്ടിനുള്ളിൽ തീവ്രവാദ കേന്ദ്രത്തിൽ മറ്റൊരു സെറ്റ് മിറാഷ് വിമാനങ്ങൾ എത്തുമ്പോൾ സമയം 3:48. 7 മിനിറ്റിനുള്ളിൽ ഇവിടെയും ലക്ഷ്യം നേടി. ഏറ്റവും അവസാനത്തെ കേന്ദ്രമായിരുന്നു ചഗോതി. 3:58 ആരംഭിച്ച ആക്രമണം 4:04 പൂർത്തിയാക്കി. ഇതിനിടയിൽ പാകിസ്ഥാന്റെ F-60 വിമാനങ്ങൾ പ്രതിരോധിക്കാനെത്തിയെങ്കിലും മിറാഷുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. 1971 ഏറ്റവും അവസാനം ലൈൻ ഓഫ് കൺട്രോൾ മറികടന്ന് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ നാശം വിതച്ചത്. കാർഗിൽ യുദ്ധസമയത്ത് മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ചെങ്കിലും അതിർത്തി കടന്നിരുന്നില്ല. 1980-കളിലാണ് ഫ്രഞ്ച് നിർമ്മിത പോർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. തണുത്തുറഞ്ഞു കിടക്കുന്ന അതിർത്തിയിൽ കരസേന ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വ്യോമസേന ഉപയോഗിച്ച് എയർ അറ്റാക്ക് നടത്താൻ സൈന്യം തീരുമാനിച്ചു. 40 CRPF ജവാന്മാരുടെ ജീവന് പകരം 300-ലേറെ ജെയ്ഷെ തീവ്രവാദികളെ വ്യോമസേന ഇല്ലായ്മ ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതിർത്തി കടന്നുള്ള ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണത്തെ അഭിനന്ദിച്ച് രാജ്യം. മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സേനയുടെ ധീരതയെ അഭിനന്ദിച്ച് രംഗത്തെത്തി. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു. അതേസമയം ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നുവെന്ന് സംബന്ധിച്ച പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിൽ കാര്യമായ നഷ്ടങ്ങളുണ്ടായെന്ന് സമ്മതിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് രാജ്യം സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രിസഭയിലെ പ്രമുഖർ വ്യോമസേനയുടെ അതിർത്തി കടന്നുള്ള പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള വിവരം രാവിലെ തന്നെ സ്ഥിരീകരിച്ചു. ഇത് രാജ്യസുരക്ഷയ്ക്കായി എടുത്ത നടപടിയെന്നായിരുന്നു കേന്ദ്രമന്ത്രിമാരായ രവിശങ്കർ പ്രസാദ്, VK സിംഗ് എന്നിവരുടെ പ്രതികരണം. ആക്രമണത്തിന് നേതൃത്വം നൽകിയ വ്യോമസേനയെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അഭിനന്ദിച്ചു. വിവിധ മുഖ്യമന്ത്രിമാരും പ്രത്യാക്രമണത്തെ പ്രശംസിക്കുകയുണ്ടായി. ഈ തിരിച്ചടിയിൽ നിന്നെങ്കിലും പാകിസ്ഥാൻ പാഠം പഠിക്കണമെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയെങ്കിലും ഇന്ത്യൻ മണ്ണിൽ, പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഭീകരന്മാരുടെ ഒളിത്താവളങ്ങൾ സ്ഥാപിച്ച് ആ ഒളിത്താവളങ്ങളിൽ നിന്നും ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് അയക്കുന്ന സാഹചര്യം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു ശരിയായ പാഠം പഠിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സൈനിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം കൊണ്ടുവരാറുണ്ട്. പാക് സൈന്യത്തിന്റെ പിന്തുണയിൽ വളരുന്ന ജെയ്ഷെ പരിശീലന ക്യാമ്പിന് നേരെയുണ്ടായ തിരിച്ചടി സൈന്യത്തിന് തിരിച്ചടിയേറ്റതിന് തുല്യമാണ്. അതിനാൽ ജെയ്ഷെയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ് തകർന്നതെന്ന് അംഗീകരിക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. വ്യോമസേന അതിർത്തി കടന്ന് ബോംബുകൾ വർഷിച്ചെന്ന് മാത്രമാണ് പാക് സൈനിക വക്താവ് സമ്മതിച്ചിട്ടുള്ളത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് സ്ഫോടനം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത്.
അതിർത്തി കടന്ന മിറാഷ് വിമാനങ്ങളെ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങൾ വഴി പ്രതിരോധിച്ചെന്നും തുടർന്നാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇന്ത്യക്ക് സ്ഫോടന വസ്തുക്കൾ നിക്ഷേപിക്കേണ്ടി വന്നതെന്നുമാണ് പാക് മാധ്യമങ്ങളുടെ അവകാശവാദം. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം നേരത്തെ വ്യക്തമാക്കിയതിനാൽ ഇന്നത്തെ തിരിച്ചടിയുടെ പേരിൽ പാകിസ്ഥാന് യാതൊരു അധിക പിന്തുണയും ലഭിക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രളയത്തിൽ എല്ലാം തകർന്നവർക്ക് തണലായി സഹകരണ വകുപ്പ് നിർമ്മിച്ച 331 വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. വികാരനിർഭരമായ ചടങ്ങിൽ നാഗന്നൂർ സ്വദേശി ജി സുധയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങളുടെ സ്വപ്ന വീടിന്റെ താക്കോൽ ആദ്യം സ്വീകരിച്ചത്. താക്കോൽദാന ചടങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മറ്റു ജില്ലകളിലും സമാനമായ ചടങ്ങുകൾ നടന്നു. പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തെ പുനർനിർമ്മിക്കുകയെന്ന അതിജീവനത്തിന്റെ സ്വപ്നപാത ഒരുക്കിയാണ് സഹകരണ മേഖല ദുരിതബാധിതർക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കിയത്. 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കെയർ ഹോം പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ 231 വീടുകളുടെ താക്കോൽദാനം മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിതരണം ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മറ്റു ജില്ലകളിലെ സമാന പരിപാടികൾ പ്രത്യേകമൊരുക്കിയ സ്ക്രീനിൽ എല്ലാവരും കണ്ടു. ശാരീരിക പ്രശ്നങ്ങൾ മൂലം പരിപാടികളിൽ സംസാരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ആശംസകൾ നേർന്നു. നഗനൂർ കുളത്തറ വീട്ടിൽ ജി സുധയാണ് ആദ്യ വീടിന്റെ താക്കോൽ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. കെയർ ഹോം പദ്ധതികൾക്കായി 14 ജില്ലകളിൽ 2500-ലധികം സംഘങ്ങൾ ആദ്യഘട്ടത്തിൽ 44.98 കോടി രൂപയാണ് നൽകിയത്. രണ്ടാം ഘട്ടത്തിനായി വിവിധ സഹകരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ ലാഭവിഹിതം നൽകുകയും ചെയ്തു. പ്രളയാനന്തര കേരളത്തെ പുനഃസൃഷ്ടിക്കുന്നതിനോടൊപ്പം എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങും തണലുമാകുകയാണ് കെയർ ഹോം പദ്ധതിയിലൂടെ സഹകരണ വകുപ്പ്. ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അയോധ്യ കേസിൽ സമവായ സാധ്യത പരിശോധിച്ച സുപ്രീം കോടതി. സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മധ്യസ്ഥതയുടെ കാര്യത്തിൽ അടുത്ത ചൊവ്വാഴ്ച സുപ്രീം കോടതി വിശദമായ വിധി പുറപ്പെടുവിക്കും. അതേസമയം തർജ്ജമ ചെയ്ത രേഖകളിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി 6 ആഴ്ചത്തേക്ക് മാറ്റി. അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും തർക്കം പരിഹരിക്കാൻ കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മധ്യസ്ഥ ചർച്ചകൾക്കായുള്ള സുപ്രീം കോടതി ശ്രമം. ഇത് ഭൂമി തർക്കമല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അതും പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നടന്ന പല ചർച്ചകളും പരാജയപ്പെട്ടെങ്കിലും വിശാല തലത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളെ സുന്നി വഖഫ് ബോർഡ് സ്വാഗതം ചെയ്തു. നിർമോഹി അഖാര മധ്യസ്ഥ ചർച്ചകളെ പിന്തുണച്ചപ്പോൾ രാംലല്ലയുടെ അഭിഭാഷകൻ വിയോജിച്ചു. സിവിൽ പ്രൊസീജിയർ കോഡിലെ 89-ാം വകുപ്പ് പ്രകാരമാണ് സമവായ സാധ്യത തേടുന്നത്. മധ്യസ്ഥരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി വയ്ക്കും. മാർച്ച് 5-ന് മധ്യസ്ഥ ചർച്ച സംബന്ധിച്ച വിശദമായ ഉത്തരവിറക്കും. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ തർജ്ജമ ചെയ്ത രേഖകളുടെ കാര്യത്തിൽ സമവായത്തിലെത്താതെ വാദം ആരംഭിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. വാദം ആരംഭിച്ചു കഴിഞ്ഞാൽ തർജ്ജമയിലെ വിയോജിപ്പുകൾ അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ തർജ്ജമ കണ്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുന്നി വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ രാജീവ് ധവാൻ രംഗത്തെത്തി. തുടർന്നാണ് തർജ്ജമ ചെയ്ത് നൽകിയ രേഖകൾ പരിശോധിച്ച് എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ കക്ഷികൾക്ക് സുപ്രീം കോടതി 6 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. പുതിയ തീരുമാനത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അയോധ്യ കേസിൽ അന്തിമ തീർപ്പുണ്ടാകാനുള്ള സാധ്യത വീണ്ടും മങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൽബുർഗി വധക്കേസിന്റെ അന്വേഷണം ഗൌരി ലങ്കേഷ് വധക്കേസ് അന്വേഷിച്ച പ്രത്യേക സംഘത്തിന് സുപ്രീം കോടതി കൈമാറി. കർണാടക ഹൈക്കോടതിയുടെ ദർവാസ് ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാകും അന്വേഷണം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൽബുർഗിയുടെ ഭാര്യ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന UDF ഉഭയകക്ഷി ചർച്ച പരാജയം. അധിക സീറ്റെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഉറച്ചുനിന്നു. എന്നാൽ കൂടുതൽ സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസും അറിയിച്ചതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് കടക്കേണ്ടി വരുമെന്ന് PJ ജോസഫ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗുമായാണ് കോൺഗ്രസ് നേതാക്കൾ ആദ്യം ചർച്ച നടത്തിയത്. നിലവിലുള്ള 2 സീറ്റുകൾക്ക് പുറമെ 1 സീറ്റ് കൂടി നൽകണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. എങ്കിൽ ഇനി ചർച്ച തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ വ്യക്തമാക്കി. മാത്രമല്ല, തുടർന്നുള്ള തീരുമാനം ഹൈദരലി ശിഹാബ് തങ്ങളുമായി ആലോചിച്ച ശേഷം അറിയിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി നേതാക്കളെ അറിയിച്ചു. ഫസ്റ്റ് റൗണ്ട് ചർച്ചയാണ് നടന്നത്. ഇനിയും ചർച്ച ഉണ്ടാവും. അതിന്റെ സമയവും സ്ഥലവും ഒക്കെ അവർ പറയും. കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറയില്ല, കാരണം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലല്ലോ ചർച്ച. തുടർന്ന് ചർച്ച നടത്തിയ കേരള കോൺഗ്രസ് നേതാക്കൾ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നെങ്കിലും കോൺഗ്രസ് വഴങ്ങിയില്ല. ഇതോടെ ചർച്ച വഴിമുട്ടി.
തുടർന്നുള്ള ചർച്ചകളിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് കടക്കുമെന്ന് PJ ജോസഫ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി. അവരവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. ചർച്ച ഇനി 9-ാം തീയതി 3-ാം തീയതി വീണ്ടും ഇവിടെ വെച്ച് ചർച്ച ചെയ്യും. പ്രതീക്ഷയുണ്ടോ? ഇതിനിടെ ജേക്കബ് ഗ്രൂപ്പും ഒരു സീറ്റിന് അവകാശവാദം ഉന്നയിച്ചു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രചാരണ രംഗത്ത് സഹകരിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. RSPയുമായി സീറ്റ് ധാരണയിലെത്തിയത് മാത്രമാണ് കോൺഗ്രസിന്റെ ഏക ആശ്വാസം. അതേസമയം കേരള കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായും തുടർ ചർച്ചകൾ ഉണ്ടാവുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച ഇനി 1-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കും. 3-ാം തീയതി എറണാകുളത്ത് വെച്ച് കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച നടക്കും. ഇത് രണ്ടിലും KPCC പ്രസിഡന്റും പങ്കെടുക്കുന്നതാണ്. രണ്ടാം ഘട്ട ചർച്ചയിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കുമെങ്കിലും കേരള കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന AICC ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്തിന്റെ പ്രസ്താവനയോട് മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും മൌനമെന്ന് കാനം രാജേന്ദ്രൻ. കോൺഗ്രസ് ഹിന്ദു വോട്ടിനായി BJPക്കൊപ്പം മത്സരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് മുസ്ലിം ലീഗുകാരെന്നും കാനം രാജേന്ദ്രൻ മലപ്പുറത്ത് പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു എങ്കിൽ മാത്രമേ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം വന്നാൽ ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ പണിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ആ പ്രസ്താവന നിഷേധിച്ചിട്ടില്ല, തള്ളിപ്പറഞ്ഞിട്ടില്ല. പത്രലേഖകർ ഹരീഷ് റാവത്തിനോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പാർട്ടിയുടെ നയമാണ്, നിലപാടാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഹരീഷ് റാവത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിൽ ഞങ്ങൾ വലിയൊരു വില കൊടുക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായവും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞയാളാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ഞങ്ങൾക്കറിയേണ്ടത് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെ നിലപാട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയുണ്ട്. എക്സ്പോ മാർക്ക് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ബ്യൂട്ടി വെഡിംഗ് എക്സ്പോ വൈറ്റ്ല ഗോൾഡ് സൂക്കിൽ ആരംഭിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഒമർ ലുലുവും നടി നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് മുതൽ ജ്വല്ലറികൾ വരെയുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ 100ഓളം സ്റ്റാളുകളാണ് മേളയിൽ പ്രവർത്തിക്കുന്നത്. ബ്യൂട്ടി വെഡിംഗ് എക്സ്പോ 27-ന് സമാപിക്കും.